അമേരിക്കയിലെ വലിയ ധനപ്രതിസന്ധി കാരണം പിരിച്ചുവിടലുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അത് നാളെ മുതൽ പിരിച്ചുവിടൽ നടക്കും, ശക്തമായി നടക്കും. ഇതിനിടയിൽ ഒരുപാട് പേർ അവധിയെടുത്തു പോയി. 5 ലക്ഷം ജീവനക്കാരെങ്കിലും അവധിയെടുത്ത് പോകുമെന്നാണ് കേൾക്കുന്നത്. വലിയ രീതിയിലാണ് താൽക്കാലിക അവധിയിലേക്ക് ആളുകൾ പോകുന്നത്. വൻ പ്രതിസന്ധിയിലേക്കാണ് അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സോഷ്യൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻ പാർട്ടിയും തമ്മിൽ വലിയ സംഘർഷമാണ് നടക്കുന്നത്. ഡെമോക്രാറ്റുകൾ ഇതിനകം തന്നെ പറഞ്ഞു, പാവപ്പെട്ടവരുടെ വിഷയങ്ങൾ വെച്ച്, പ്രത്യേകിച്ച് മെഡിക്കെയ്ഡ്, ആരോഗ്യ ഇൻഷുറൻസുകൾ, ഇതൊക്കെ വെച്ചിട്ട് പാവങ്ങളുടെ വിഷയങ്ങൾ വെച്ച് ഡൊണാൾഡ് ട്രംപ് വില പേശരുത് എന്നുള്ള വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും അമേരിക്കയിലെ US കോൺഗ്രസും സെനറ്റും ഒന്നും അംഗീകാരം കൊടുക്കാതിരുന്നാൽ അവർക്ക് ബില്ലുകൾ മാറാൻ കഴിയില്ല. ഇന്നലെ 1-ാം തീയതി, ഇന്ന് 2-ാം തീയതി, ഇന്നലെ മുതൽ അവർക്ക് ബില്ലുകൾ മാറാൻ കഴിയാത്ത വലിയ ഒരു പ്രശ്നമുണ്ട്. 7 ഡെമോക്രാറ്റുകളിൽ 2 പേർ മാത്രമാണ് ബില്ലിന് അനുകൂലമായി, ഫിനാൻഷ്യൽ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തത്. ബാക്കി 5 പേർ വോട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബില്ല് പാസ്സായില്ല. ആ ബില്ല് പാസ്സായില്ലെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല. അതിൻ്റെ പ്രതിസന്ധിയിലേക്ക് അമേരിക്ക കടന്നിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് സാധാരണക്കാരായ ജനങ്ങളെ വെച്ച് വില പേശുന്നു. അത് ശരിയല്ല. അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അവർക്ക് കിട്ടേണ്ട ആരോഗ്യ പ്രവർത്തനങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസുകൾ, അങ്ങനെ തുടങ്ങിയ വളരെ സാധാരണക്കാർക്ക് കിട്ടേണ്ട വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഭരണാധികാരി ഇങ്ങനെ വില പേശരുതെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റുകളും ഡെമോക്രാറ്റിക് പാർട്ടിയും ഒക്കെ അവിടെ പറയുന്നത്. അതിൻ്റെ ആളുകൾ രംഗത്ത് വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ നേതാക്കളൊക്കെ രംഗത്ത് വന്ന് അതിനിശ്ചിതമായ വിമർശനങ്ങളാണ് എക്സിലൂടെയും വ്യത്യസ്ത സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയും പരസ്യമായും പ്രസ് മീറ്റ് വഴിയും പ്രസ് നോട്ട് വഴിയുമൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അമേരിക്ക വലിയ ഭീഷണിയിലാണ് നടക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഒക്ടോബർ 1-ന് ആരംഭിക്കുമെന്ന് നമ്മളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ആരംഭിച്ചു കഴിഞ്ഞു. നാളെ മുതൽ പിരിച്ചുവിടൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് തിരിച്ചു വരിക എന്നറിയില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾക്ക് തീരുവയെല്ലാം വല്ലാതെ കൂട്ടി, അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വലിയ വ്യത്യാസം വരുത്തി. സാമ്പത്തിക പ്രതിസന്ധി വന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ട്രംപ് നിർത്തലാക്കുന്നത്. അതും കൂടിയാകുമ്പോൾ ഇരുട്ടടി പോലെയാണ് ജനതയ്ക്ക് വിഷയങ്ങൾ കിട്ടുന്നത്. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം അമേരിക്കയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നത് അവർ ശക്തമായി ഇതൊക്കെ നിരീക്ഷിക്കുന്നു. ഒരുപക്ഷെ വലിയ കലാപവും ബഹളമൊക്കെ അവരുണ്ടാക്കിയാലും അത്ഭുതമില്ല. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റിപ്പബ്ലിക്കൻ പാർട്ടി ക്കകത്തും ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിക്കകത്തും ചില ആഭ്യന്തര കലാപം നടക്കുന്നു. പ്രതിരോധ വിദഗ്ധരും ആഭ്യന്തര വിദഗ്ധരും അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധരും ഒക്കെ ഇടഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് ടെക്നോക്രാറ്റുകൾ ട്രംപിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് വരുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന ഒരു വലിയ സംഭവമാണ് നടക്കുന്നത്. ഇതൊന്നും അങ്ങനെ ലോകത്ത് ചിരപരിചിതമല്ല. എന്തായാലും അമേരിക്ക എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ മറികടക്കുമെന്നറിയില്ല. എന്തായാലും അവർ സെനറ്റ് കൂടി കണക്ക് പാസ്സാക്കിയിട്ടില്ല, ബഡ്ജറ്റ് പാസ്സാക്കിയില്ല എന്നുള്ളത് വലിയൊരു ദുരന്തമായി തന്നെ അവിടെ നിൽക്കുകയാണ്. ജനജീവിതം പാടെ തകിടം മറിയുകയാണ്.